ഹലോ, ഇന്നൊരു ഊണ് തയ്യാറാക്കിയാലോ? മീൻ പുളിയൊക്കെ കൂട്ടിയിട്ട്. നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മത്തിപ്പുളി വയ്ക്കാം. സവാള എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരണം. നമുക്ക് കുറച്ചിട്ടിട്ട് കൊടുക്കാം. കുറച്ചിട്ടിട്ട് ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടെ ഒന്ന് വാടി വരണേ. നല്ല കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാനായേ. ഉച്ചയ്ക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി നന്നായിട്ട് വഴണ്ട് വരണം. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്തെടുക്കാമേ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി. പൊടികളൊന്ന് ചൂടായിട്ട് എല്ലാത്തിനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് കുറച്ച് പുളിവെള്ളവും വറുത്ത ഉലുവയും ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കാമേ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീൻ പുളി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് നല്ലപോലെ ആയിട്ടുണ്ട്. മരിച്ചീനി കൂടെ പുഴുങ്ങാമേ. നമുക്ക് കൊത്തിയെടുക്കാം. അരയ്ക്കാൻ വെച്ചിട്ടുണ്ടേ. തേങ്ങ തിളച്ച് വന്നിട്ടുണ്ടേ. കുറച്ച് മീനുകൾ വറുക്കാവേ. ചൂട് മീനുകളെ അതുകൂടെ നമുക്ക് വറുത്തെടുക്കാം. നല്ല ചൂട് ചോറും കുറച്ച്
മരച്ചീനി പുഴുങ്ങിയതും നമ്മളുണ്ടാക്കിയ മീൻ പുളിയും 2 കഷ്ണം ചൂര ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ കുശാലല്ലേ ഊണ്. ഞാൻ കഴിക്കട്ടെ. ബായ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബായ്.